ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ബന്ധപ്പെട്ട് കരകൾക്കുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. ചെട്ടികുളങ്ങരയിൽ കുംഭഭരണി മഹോത്സവത്തിനെത്തിയതായിരുന്നു എം പി. ചെട്ടികുളങ്ങര കുംഭഭരണിയുമായി ബന്ധപ്പെട്ട് കരകൾക്ക് നൽകുന്ന ഗ്രാന്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. മറ്റ് അമ്പലങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉത്സവ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അതിന് പ്രധാനം ഈ കെട്ടുകാഴ്ചകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 14 കെട്ടുകാഴ്ചകൾ ചെറുതും വലുതുമായ അതിഭയങ്കരമായ ഉയരത്തിലുള്ള കെട്ടുകാഴ്ചകൾ ഇവിടുത്തെ ഏറ്റവും വലിയ 13 കെട്ടുകാഴ്ചകൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 13 കരകളിൽ നിന്നായി അണിയിച്ചൊരുക്കി എത്തിച്ചേർന്നിരിക്കുന്ന ഈ കെട്ടുകാഴ്ചകൾ തീർച്ചയായും ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് കെട്ടുകാഴ്ച നടക്കുന്ന കരകൾക്ക് നൽകുന്ന ഗ്രാൻഡ് അത് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൂടുതൽ ഈ പ്രോത്സാഹനം കരക്കാർക്ക് നൽകി ഈ ഉത്സവം അന്യം നിന്ന് പോകാതെ ഈ കെട്ടുകാഴ്ചകൾ കൂടുതൽ മനോഹരമായി ഈ കാഴ്ചക്കണ്ടത്തിൽ എല്ലാ വർഷവും അണിയിച്ചൊരുക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നും വിവിധ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ലഭ്യമാക്കേണ്ടതാണ്. ഇത് നമ്മുടെ ദേശീയോദ്ഗ്രഥനത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള നാനാജാതി മതസ്ഥർ വന്നു ചേരുന്ന ഒരു ഉത്സവം എന്ന നിലയിൽ ഈ ഉത്സവത്തിന് അതീവ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്സവത്തിൻ്റെ നടത്തിപ്പിനും ഇതിൽ പങ്കാളികളാവുന്ന കരക്കാർക്ക് ഈ കെട്ടുകാഴ്ചകൾ ഒരുക്കുന്നതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നതിന് ഗവൺമെൻറ്റുകൾക്ക് തീർച്ചയായും ഉത്തരവാദിത്വമുണ്ട്. അതവർ നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതിനാവശ്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്താൻ തീർച്ചയായും ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് കടമയുണ്ട്. അത് നിർവഹിക്കുമെന്ന് ഈ അവസ്ഥ അറിയിക്കുകയാണ്. ചെട്ടികുളങ്ങര കുംഭഭരണിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തിയതായിരുന്നു എം പി. സാമ്പത്തിക പിന്തുണ നൽകുന്നതിനുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ ലഭ്യമാക്കി കുംഭഭരണി മഹോത്സവത്തിന്റെ സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.